ആതിരെ കെ സുരേന്ദ്രന്റെ ഇപ്പോഴുള്ള ഒരു നീക്കം കണ്ടു കഴിഞ്ഞാൽ ബി.ജെ.പി കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു നീക്കങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം എൽ ഡി എഫ് സർക്കാരായാലും കോൺഗ്രസ് സർക്കാരായാലും എന്തൊരു പുതിയ പദ്ധതി കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജനക്ഷേമ പദ്ധതികൾ സക്സസ് ആയാൽ അതിന്റെ പിന്നിൽ ബി.ജെ.പി മാത്രമാണുള്ളത്, അല്ലെങ്കിൽ ബി.ജെ.പിയുടെ കഴിവ് കൊണ്ട് മാത്രം, കേന്ദ്രം ഭരിക്കുന്നത് ബി.ജെ.പി ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള കഴിവ് കൊണ്ടുവന്നത്, കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ പ്രത്യേക കഴിവാണ് കെ സുരേന്ദ്രനുള്ളത്. അദ്ദേഹത്തിന്റെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ബി.ജെ.പി വ്യക്തമായി അദ്ദേഹത്തെ നിങ്ങൾ ഇതൊക്കെ പറയണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടേക്കുവാണോ? ഇതിന്റെയൊക്കെ പിന്നിൽ കേരളത്തിലെ സുരേഷ് ഗോപിയെ ബി.ജെ.പിയിൽ നിന്നും തഴഞ്ഞുകൊണ്ട് സുരേന്ദ്രനെ ആ ഒരു സ്ഥാനത്തേക്ക് ഇരുത്താനുള്ള പദ്ധതികളുണ്ടോ? പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സുരേന്ദ്രൻ ഇങ്ങനെയല്ല. അതാണ് സത്യാവസ്ഥ. നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നതിന് മുൻപുള്ള ഒരു സുരേന്ദ്രനെ പറ്റി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ സുരേന്ദ്രൻ ഇതല്ല. സുരേന്ദ്രൻ എന്തായിരുന്നു? ആ ഒരു അധ്യക്ഷ പദവിയിൽ ഇരുന്ന സമയത്ത് ഘോരമായി ദിവസേന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ച് ഓരോ നേതാക്കന്മാരെയും വലിച്ചു കീറിക്കൊണ്ടിരുന്ന സുരേന്ദ്രൻ എപ്പോഴും മാധ്യമങ്ങളിൽ ഈ അയ്യപ്പ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. ഏറ്റവും കൂടുതൽ ഇവിടെ ഗർജിക്കേണ്ട സിംഹം ആരായിരുന്നു? സുരേന്ദ്രനായിരുന്നു. ഇതിനു മുൻപ് ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അത്രയധികം ഭക്തരെ വിളിച്ചുകൂട്ടി അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു പ്രക്ഷോഭം നടത്തിയ ഒരാളാണ് സുരേന്ദ്രൻ എന്ന് പറയുന്നത്. എന്നിട്ടാണ് ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ നടത്തിയപ്പോഴും വലിയ രീതിയിൽ സുരേന്ദ്രന്റേതായിട്ടുള്ള ഒരു വലിയ ന്യൂസ് വാല്യൂ ഉള്ള ഒരു വാർത്തയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. സുരേന്ദ്രൻ ആദ്യം ഒതുക്കിയിട്ടുണ്ടെന്നാണ് സത്യാവസ്ഥ. അതാണ് ഇപ്പൊ ഞാൻ പറയാൻ വന്നത്. ഈ പറയുന്ന ഗർജിക്കുന്ന സിംഹത്തിന്റെ വായ തുന്നിക്കെട്ടി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഈ പാർട്ടി പറയുന്നത് പോലും ഇപ്പൊ പുള്ളി പറയുന്നില്ല എന്നാണ് സത്യാവസ്ഥ. അന്നൊക്കെ പാർട്ടി പറയുന്നതിന്റെ ഏതെങ്കിലും ഒരു 70% ഇവിടെ വിളിച്ചു കൂപ്പിക്കൊണ്ടിരുന്ന ആളായിരുന്നു. ആ ആളൊക്കെ മാറിപ്പോ ഇപ്പൊ ഒന്നോ രണ്ടോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളിൽ വല്ലപ്പോഴൊക്കെ മാധ്യമങ്ങളോടൊന്നും അല്ല. അത് ബി.ജെ.പിയെ സംബന്ധിച്ച് ഇപ്പോഴുള്ള നേതാക്കന്മാർ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പി നേതാക്കന്മാരൊക്കെ എന്ത് പറഞ്ഞാലും ഇപ്പോൾ അബദ്ധത്തിലേക്കോ അല്ലെങ്കിൽ തെറ്റിലേക്കോ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപി ആണെങ്കിലും സുരേന്ദ്രൻ ആണെങ്കിലും ആരാണെങ്കിലും ബി.ജെ.പിയെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്ന കുറെ കാര്യങ്ങളും ഒരു സമയം കഴിയുമ്പോൾ ബി.ജെ.പിക്ക് ഇടുത്തിയായി തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുന്ന ഒരു രീതിയിലേക്ക് മാധ്യമങ്ങൾ ആ ഒരു കാര്യത്തെ എത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഭയം കൊണ്ടായിരിക്കാം ഇപ്പോൾ സുരേന്ദ്രനോട് ഇനി നീ മിണ്ടണ്ട കേട്ടോ, കുറച്ച് നാളത്തേക്ക് മിണ്ടല്ലേ, ഇനിയിപ്പോ തെരഞ്ഞെടുപ്പൊക്കെയാണ്, ഇനി ഒട്ടും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇതിന്റെ അപ്പുറത്തേക്കും ഈ അധ്യക്ഷത പദവി നഷ്ടപ്പെട്ടു പോയതിന്റെ അതൃപ്തിയുമായിരിക്കാം. കാരണം ഒരാൾക്ക് വേണ്ടി സൈഡായി കൊടുത്തതായിരിക്കാം. അതായിരിക്കാം മെയിൻ ആയിട്ടുള്ളത്. ഇപ്പൊ നേരത്തെ സുരേന്ദ്രൻ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ മറ്റൊരു വേർഷൻ ആണ് രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പുള്ളി രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള മുഖങ്ങളൊക്കെ നമ്മൾ കുറച്ചേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു അധ്യക്ഷ പദവിയിൽ എത്തിയതിനു ശേഷം കുറെ അധികം അങ്ങനത്തെ മുഖങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതാണ് പ്രത്യേകത. പുള്ളിയുടെ ഈ ലോക്സഭയിലേക്ക് പ്രചരണ വേളയിലേക്ക് ഇറങ്ങിയപ്പോ വളരെ ക്ലിയർ ആയിട്ടൊക്കെ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ അഗ്രസീവ് മോഡൊന്നും രാജീവ് ചന്ദ്രശേഖരന്റെ ആരും കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ അടുത്തിടയ്ക്കായിട്ട് സുരേന്ദ്രൻ വെർഷനിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ എത്തിപ്പെടുന്നതായിട്ടൊക്കെ ഒരു തോന്നൽ, ഒരു മിനി സുരേന്ദ്രൻ വെർഷൻ. എന്നിട്ട് സുരേന്ദ്രൻ ആണെങ്കിൽ ഒട്ടും തുറക്കുന്നുമില്ല പല കാര്യം. ഇത് മറ്റേ ബോഡി സ്വാപ്പ് ഒക്കെ പറയുന്നത് പോലെ സുരേന്ദ്രൻ എന്തായിരുന്നു പണ്ട് അതിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആകാൻ ശ്രമിക്കുകയും രാജീവ് ചന്ദ്രശേഖർ എന്തായിരുന്നു അത് സുരേന്ദ്രനിലേക്ക് പകർന്ന ഒരു അസുഖമായിട്ടാണ് തോന്നുന്നത്. ഈ പറയുന്നത് പോലെ ബി.ജെ.പിക്ക് അകത്തുനിന്ന് അധികം സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം കൈവിട്ട് പോയല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ആണല്ലോ. ചിലപ്പോ ഒരു സർപ്രൈസ് എൻട്രി ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം നിയമസഭയില്. എന്തായാലും മന്ത്രിസഭയൊന്നും രൂപീകരിക്കാൻ ബി.ജെ.പിക്ക് ആകില്ല എങ്കിലും ഏതെങ്കിലും ഒരു പ്രധാന മണ്ഡലത്തിൽ നേരത്തെ വയനാടൊക്കെ നിന്നതുപോലെ തന്നെ ഒരു പ്രധാന മണ്ഡലത്തിൽ സർപ്രൈസ് എൻട്രി ആയിട്ട് സുരേന്ദ്രന്റെ ഒരു വരവൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോഴും പ്രചരണത്തിനൊക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, സുരേഷ് ഗോപിനെയൊക്കെ സൈഡാക്കിക്കൊണ്ട് ഞങ്ങൾ മന്ത്രിസഭ രൂപീകരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ തിരിച്ച് ബി.ജെ.പിയുടെ കൈകളിലേക്ക് എത്തുമെന്ന രീതിയിൽ തന്നെ അവർ പ്രചരിക്കത്തുള്ളൂ. രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നൊന്നുമല്ല, മന്ത്രിസഭ രൂപീകരിക്കും, ഒരു പ്രധാന മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ആഭ്യന്തരം തന്നെ അങ്ങ് സുരേന്ദ്രന് കൊടുക്കും എന്ന രീതിയിലേക്ക് ഒരു വലിയ പ്രചാരണങ്ങൾ. നിയമസഭയിൽ ചിലപ്പോൾ ഒരു സർപ്രൈസ് എൻട്രി ആയിരിക്കും സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പോകുന്നത്. അതേപോലെ ഒരുപാട് സർപ്രൈസ് നേതാക്കന്മാരെ നമുക്ക് പല മണ്ഡലങ്ങളിലും കാണാൻ പറ്റും. സതീശൊന്നും അല്ല, എനിക്ക് തോന്നുന്നു സതീശ സമയത്ത് സുരേന്ദ്രൻ ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. നിയമസഭ വരുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും പുള്ളിക്കാരൻ വന്ന് പെടാൻ പോകുന്നത്. കുറച്ചുനാള് എനിക്ക് തോന്നുന്നു സുരേന്ദ്രൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് വയനാട് തന്നെയായിരുന്നു. വയനാട് അത്രത്തോളം നാള് ക്യാമ്പൊക്കെ ചെയ്യുക, അവിടെ തന്നെയായിരുന്നു പ്രവർത്തനങ്ങളുടെ ഒരു പകുതി ഭാഗം. ഈ ശബരിമല പ്രശ്നമൊക്കെ വരുന്നതിന്റെ ആ ഒരു ടൈം ആയിരുന്നു കുറച്ചുകൂടെ ഒരു പത്തനംതിട്ട ആ ഒരു ഭാഗങ്ങളിലേക്ക്. അതിൽ കൂടുതൽ സമയം പിന്നീട് പുള്ളിയുടെ സ്ഥാനാർത്ഥി കൂടെ ആയതുകൊണ്ടായിരുന്നു അതൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അതിൻ്റെതായിട്ടുള്ള കുറച്ച് മികവ് സുരേന്ദ്രന് വയനാട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള സത്യാവസ്ഥയാണ്. നമ്മൾ വയനാട് ഈ തദ്ദേശ സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ ഒരു ബി.ജെ.പി ഓളം ഉണ്ട്.
അത് കോൺഗ്രസ് അനുഭാവത്തിന്റെ അപ്പുറത്തേക്കും ആ ഒരു BJP ഓളം സൃഷ്ടിക്കാൻ സുരേന്ദ്രനും ഒരു കാരണമാണെന്നുള്ള, സുരേന്ദ്രനോട് വ്യക്തിപരമായിട്ട് അവിടെ ആർക്കും പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. എന്നാലും BJPയുടെ വേരുകൾ അവിടെ കൊണ്ട് നടാൻ, ഇപ്പൊ പാലക്കാട് BJPയുടെ വേരുകൾ ഉണ്ടെന്ന് പറയുന്നില്ലേ, അതേപോലെ വയനാട് അതേ വേരുകൾ കുറച്ചു കൂട്ടി ഇറപ്പിക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ട്. നമ്മള് ഈ ബീഹാറിൽ ഇപ്പോ ഇലക്ഷൻ നടന്ന് ബീഹാറിൽ എന്താണോ ചെയ്തത് അതിന്റെ മറ്റൊരു വെർഷൻ കേരളത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സാധാരണ ആൾക്കാരല്ലേ നമ്മൾ ഈ വിചാരിക്കുന്ന, നമ്മളിപ്പോ രാജീവ് ചന്ദ്രശേഖറിന് തലസ്ഥാനത്ത് നിന്ന് നഗരസഭയിൽ നിന്ന് കുറേയധികം വോട്ടുകൾ കിട്ടുന്നത്. നഗരസഭയില് രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആൾക്കാരുടെയോ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷങ്ങളുടെ വോട്ടൊന്നും ആയിരുന്നില്ല. അതിന്റെ അപ്പുറത്തേക്കും സുരേന്ദ്രന്റെ ഒരു ഭാഗത്ത് സുരേന്ദ്രൻ ക്യാമ്പ് ചെയ്ത് തമ്പടിച്ചിട്ടുണ്ടായിരുന്ന വയനാട് ന്യൂനപക്ഷങ്ങളുടെ ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെ BJPയിലേക്ക് നല്ല ഓളമുണ്ട്, അല്ലെങ്കിൽ നല്ല ചായവുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. ആ ഒരു രീതിയില് വയനാട് സ്വന്തമാക്കുക എന്നുള്ള ഒരു സ്വപ്നം സുരേന്ദ്രന് ഒരിക്കലും അങ്ങ് പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കുറെ കാലമായിട്ട് എന്താ പറയാ, നമ്മുടെ തെക്കൻ ജില്ലകളിലൊക്കെ തമ്പടിച്ചിരുന്ന ഒരാളെ പെട്ടെന്ന് വടക്കൻ ജില്ലകളിലേക്ക് മാറ്റപ്പെടുകയും അവിടെ ഒരു വലിയ രീതിയിൽ BJPക്ക് ഒരു വേരുറപ്പിക്കാൻ സഹായിച്ച സുരേന്ദ്രനെ സംബന്ധിച്ച് ഒരു നിയമസഭാ സീറ്റും ഒരു മന്ത്രിസഭ അംഗസ്ഥാനവും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന തന്നെയാണ്. ഇനി ചിലപ്പോ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലേക്ക് ഗവർണർ പദവിയിലേക്ക് തട്ടിക്കളയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതാണ് ഇവിടുത്തെ ഒരു BJPയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. എങ്ങനെയാണ് എത്രയോ ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട്, പിന്നെയൊക്കെ നമ്മൾ ഇവരെ കാണുന്നത് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാത്ത BJPക്ക് സുഗമമായി എന്തും ചെയ്യാൻ സാധിക്കുന്ന കുറെ അധികം സംസ്ഥാനങ്ങളിലേക്ക് ഇവരെ കൊണ്ട് ഗവർണർ പദവിയിലേക്ക് കൊണ്ടിരുത്തുന്നതാണ് കാണുന്നത്. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇവിടുത്തെ പാർട്ടി മീറ്റിങ്ങുകളിലും പ്രചരണങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോ അതിഥികളൊക്കെ വരുത്തില്ലേ, ആ ഒരു രീതിയിലേക്കൊക്കെയാണ് പിന്നെ നമ്മൾ ഇവരെ കാണാൻ പറ്റുന്നത്. പിന്നെ രാഷ്ട്രീയ രംഗത്ത് ഇവർക്ക് വലിയൊരു റോൾ ഇല്ലാത്തൊരവസ്ഥയിലേക്കും ഒരു എന്താ പുരാവസ്തുക്കൾ എന്നൊക്കെ രീതിയില് പണ്ട് വലിയ മികച്ച ആൾക്കാരായിരുന്നു. എനിക്ക് പല നേതാക്കന്മാരെ കാണുമ്പോൾ ആ ഒരു ഫീലാണ് തോന്നുന്നത്. കാരണം ഇവര് പണ്ട് ഇവിടെ ഒരു അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു അതിനുശേഷം പിന്നീട് അങ്ങ് പാർട്ടി ഒതുക്കപ്പെട്ട രീതിയിലേക്ക് ഇപ്പൊ അതിന്റെ അവസാനത്തെ ഇര സുരേന്ദ്രനാണെന്നാണ് തോന്നുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പലയിടങ്ങളിലും സുരേന്ദ്രന്റെ മുഖം കാണുന്നില്ല. അവിടെ പക്ഷേ ബാക്കി പല നേതാക്കന്മാരെയാണ് കാണുന്നത്. പല പ്രശ്നങ്ങളിലും സുരേന്ദ്രൻ പ്രതികരിക്കുന്നില്ല. സുരേന്ദ്രന്റെ ഒരു കംബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു നിയമസഭയിലെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. BJPക്ക് വലിയ രീതിയിൽ ഇവിടെ ഒരു മന്ത്രിസഭയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു സത്യാവസ്ഥയുണ്ട്. എന്ന് കഴിഞ്ഞാലും ഒരു ഈ ത്രികോണ പോരെന്നൊക്കെ രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു മത്സര രംഗത്തേക്ക് വരികയാണ് എങ്കിൽ അത് ഒരു കംബാക്ക് തന്നെയായിരിക്കും സുരേന്ദ്രന്റെ. അപ്പോഴും ഈ പറയുന്ന നേതൃത്വം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ ആ ഒരു വൻ സന്നാഹം ഒരുക്കുന്ന ആ ഒരു വളയത്തിന്റെ അകത്തു നിന്നൊക്കെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കും ഏത് സ്ഥലമാണ് ഇനി ഇവർക്ക് ആവശ്യമുള്ളതാണ്. വയനാട് പിടിക്കുവോ അതോ ഇനി വേറെ ഏത് പ്രധാന സ്ഥലങ്ങളിലാണ് ഇവര് നിൽക്കാൻ പോകുന്നതെന്നുള്ളതാണ് കാണേണ്ടത്, പ്രധാന ഒരു കാര്യം നോക്കി കാണേണ്ടത്. സുരേന്ദ്രന്റെ ഭാവി എന്താണ് നിയമസഭയിൽ.